തേർഡ് ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രി തുടരുകയാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് നേഴ്സ്റ്റ് ഇക്വേഷൻ ഫോർ ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഈ ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് ഓർമ്മ പുതുക്കാം. ഈ കാണുന്നത് ഒരു ഇലക്ട്രോഡാണ്. ഒരു മെറ്റല് അതിൻ്റെ മെറ്റൽ അയോണിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോഡായി മാറും. വെൻ മെറ്റൽ ഈസ് ഡിപ്ഡ് ഇൻ ഇറ്റ്സ് മെറ്റൽ അയോണിക് സൊല്യൂഷൻ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോഡ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ Zn ഈസ് ഡിപ്ഡ് ഇൻ Zn2+ സിങ്ക് ഇലക്ട്രോഡ്, വെൻ കോപ്പർ ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ Cu2+ അയോൺ കോപ്പർ ഇലക്ട്രോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെറ്റൽ അതിൻ്റെ മെറ്റൽ അയോണിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. വാട്ട് ഈസ് ഓക്സിഡേഷൻ? റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓക്സിഡേഷൻ. വാട്ട് ഈസ് റിഡക്ഷൻ? അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് റിഡക്ഷൻ. ഒരു പോസിബിലിറ്റി, ഈ എം എന്തായി മാറുന്നു? Mn+ ആയി മാറുന്നു. n ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് ഓക്സിഡേഷൻ. n ഗിവ്സ് Mn++ n ഇലക്ട്രോൺ ഓക്സിഡേഷൻ. ഓക്കെ, അങ്ങനെ ഈ Mn+ ആയി മാറുന്നു. ഒപ്പം ഈ ഇലക്ട്രോണിൽ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. അതാണ് പറഞ്ഞത് m ഗിവ്സ് Mn++ n ഇലക്ട്രോൺ. ഓക്കെ, അതൊരു പോസിബിലിറ്റി. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിൽ നെഗറ്റീവ് ചാർജ് കൂടുതൽ വരും. നെഗറ്റീവ് കാരണം m എന്തായി മാറുന്നു? Mn+ ആയി ഇലക്ട്രോലൈറ്റിലേക്ക് പോകുമ്പോൾ ഒപ്പം ഇലക്ട്രോൺ ഉണ്ടാവുന്നുണ്ട്, അത് ഈ ഇലക്ട്രോണിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ഒപ്പം ഈ ഇലക്ട്രോലൈറ്റിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, കൂടുതലുണ്ടാവും. ഓക്കെ, അങ്ങനെ ഇലക്ട്രോണിൽ നെഗറ്റീവ് ചാർജ്, അതുപോലെ ഇലക്ട്രോലൈറ്റിൽ പോസിറ്റീവ് ചാർജ്, അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ്, അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും അടുത്ത് വന്നു കഴിഞ്ഞാൽ ദർ ഈസ് എ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇവിടെ ഓക്സിഡേഷൻ വഴിയാണ് പൊട്ടൻഷ്യൽ ഉണ്ടായത്. ഇപ്പൊ ഞാൻ പറഞ്ഞ കേസിൽ ഓക്സിഡേഷൻ വഴിയാണ് പൊട്ടൻഷ്യൽ ഉണ്ടായത്. അതുകൊണ്ട് അതിനെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. ദ ടെൻഡൻസി ഓഫ് എൻ ഇലക്ട്രോഡ് ടു ലോസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് ഡ്യൂ ടു ഓക്സിഡേഷൻ ഈസ് കോൾഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇനി അടുത്ത പോസിബിലിറ്റി, ഇലക്ട്രോലൈറ്റിലുള്ള ഈ Mn+ ഇലക്ട്രോണിൽ നിന്ന് n ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്ത് m ആയി മാറാം. Mn++ n ഇലക്ട്രോൺ ഗിവ്സ് m. അങ്ങനെ ചെയ്താൽ, അതായത് റിഡക്ഷനാണ് അവിടെ നടന്നത്. ഈ ഇലക്ട്രോളായിട്ടുള്ള Mn+ ഇലക്ട്രോണിൽ നിന്ന് ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യുന്നു. റിഡക്ഷൻ, അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് റിഡക്ഷൻ. അങ്ങനെ റിഡക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടും എന്തുണ്ടാവാം? പൊട്ടൻഷ്യൽ ഉണ്ടാവാം. ദാറ്റ് ഈസ് കോൾഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, അക്കോർഡിംഗ് ടു IUPAC സിസ്റ്റം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. കാരണം ഓക്സിഡേഷനും റിഡക്ഷനും വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, രണ്ടും ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് IUPAC സിസ്റ്റം പ്രകാരം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, അതിന്റെ മുന്നേ എങ്ങനെയാണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക? നമുക്കറിയാം, രണ്ട് ഹാഫ് സെല്ല് കൂടുമ്പോഴാണ് ഒരു സെല്ലാവുക. നമ്മൾ ഡാനിയൽ സെല്ല് പഠിച്ചിട്ടുണ്ട് അല്ലെ? രണ്ട് ഹാഫ് സെല്ല് കൂടുമ്പോഴാണ് ഒരു സെല്ലാവുന്നത്. ഒരു ഹാഫ് സെല്ലിന്റെ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഹാഫ് സെല്ലിന്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓക്കെ, ഈ ഹാഫ് സെല്ലിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഹാഫ് സെല്ലിനെ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യണം, യോജിപ്പിക്കണം. എന്നിട്ട് ആ സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് 0 ഫോർ ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏത് ഇലക്ട്രോഡിന്റെയാണോ കണ്ടുപിടിക്കുന്നത് അതിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് യോജിപ്പിച്ചിട്ട് ഓരോ ഇലക്ട്രോഡിന്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? 298 കെൽവിൻ ടെമ്പറേച്ചർ, 1 atm പ്രഷർ ആൻഡ് 1 മോളാർ കോൺസെൻട്രേഷൻ. അതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഓക്കെ, അങ്ങനെ ഒരുപാട് ഇലക്ട്രോഡ്സിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ച് ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനാണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഓർ ആക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓർ ഡിക്രീസിംഗ് ഓർഡർ ഈസ് കോൾഡ് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഓർ ആക്ടിവിറ്റി സീരീസ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നേഴ്സ്റ്റ് ഇക്വേഷൻ ഫോർ ദ സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, വാട്ട് ഈസ് നേഴ്സ്റ്റ് ഇക്വേഷൻ?
ഇപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറഞ്ഞു. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ റൂം ടെമ്പറേച്ചർ, അതായത് 298 കെൽവിൻ ടെമ്പറേച്ചർ, 1 atm പ്രഷർ ആൻഡ് 1 മോളാർ കോൺസെൻട്രേഷൻ. എന്നാൽ ഈ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ വ്യത്യാസം വരാം. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിന്ന് വ്യത്യാസം കാണിക്കും. ഓക്കെ, എന്ത് മാറുന്നതിനനുസരിച്ച്? ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച്, അതുപോലെ ടെമ്പറേച്ചറിനനുസരിച്ച്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് നേഴ്സ്റ്റ് ഇക്വേഷൻ. നേഴ്സ്റ്റ് ഇക്വേഷൻ ഗിവ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷന്റെ, ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ അയോണിക് കോൺസെൻട്രേഷനും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ. നേഴ്സ്റ്റ് ഇക്വേഷൻ ഗിവ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ഓക്കെ, അതിൽ നമുക്കൊരു ഇലക്ട്രോഡ് കൺസിഡർ ചെയ്യാം. ഫോർ ദ ഇലക്ട്രോഡ് Mn പ്ലസ് ബാർ M, മെറ്റൽ അയോൺ ബാർ മെറ്റൽ. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Zn2 പ്ലസ് ബാർ Zn, Al3 പ്ലസ് ബാർ Al, Ag പ്ലസ് ബാർ Ag, Cu2 പ്ലസ് ബാർ Cu. ഇപ്പൊ ഞാൻ ഒരു ഇലക്ട്രോഡ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക അതാണ് പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ ഈ ജനറൽ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻ എന്താണ്? Mn പ്ലസ് പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M. റിഡക്ഷൻ റിയാക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Mn പ്ലസ് പ്ലസ് n ഇലക്ട്രോൺ ഗീവ്സ് M. ഓക്കെ, ഇതിന്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ എന്താണ്? ഇതാണ് അതിന്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ. ഈ ഇലക്ട്രോഡ് ഈക്വൽ E0 ഇലക്ട്രോഡ് മൈനസ് RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് M ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. ഓക്കെ, ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ E0 ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ചേഞ്ച്, F ഫാരഡേ 96,500 കൂളം എന്നാണ് അതിന്റെ വാല്യൂ. ലോഗ് Ln ലോഗ് നാച്ചുറൽ ലോഗാണിത്. കോൺസെൻട്രേഷൻ ഓഫ് M കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ബൈ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ. ഓക്കെ, ഇതാണ് നേഴ്സ്റ്റ് ഇക്വേഷൻ. ഇവിടെ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, ഇത് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോൺ. അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ അയോണിന് അനുസരിച്ച് എന്ത് വ്യത്യാസം വരും? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വ്യത്യാസം വരും. ഏതിൽ നിന്ന്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിന്ന് വ്യത്യാസം വരാം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കോൺസെൻട്രേഷൻ ഓഫ് അയോണും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് ആണ് നേഴ്സ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് പല രീതിയിൽ എഴുതാം. അതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ എഴുതിയത് നാച്ചുറൽ ലോഗിലാണ്. ഇനി കോമൺ ലോഗിലേക്ക് മാറ്റിയാൽ എന്താണ് സംഭവിക്കുക? കൺവേർട്ട് ഇൻ ടു കോമൺ ലോഗരിതം, അതായത് നാച്ചുറൽ ലോഗിനെ കോമൺ ലോഗിലേക്ക് മാറ്റാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടു കൺവേർട്ട് നാച്ചുറൽ ലോഗ് ടു കോമൺ ലോഗ് മൾട്ടിപ്ലൈ വിത്ത് 2.303. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ ഇങ്ങനെ മാറും. ഈ ഇലക്ട്രോഡ് ഈക്വൽ E0 ഇലക്ട്രോഡ് മൈനസ് 2.303 RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് M ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. എത്ര ചെയ്തോളൂ? നേരത്തെ ഇവിടെ Ln എന്നാണ് ഉണ്ടായിരുന്നത്. ആ Ln എന്തായി മാറി? LOG ലോഗായി മാറി. അത് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2.303 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇനി ഇത് തന്നെ നമുക്കിനി വേറെ രീതിയിൽ എഴുതാം. അതായത് ഈ മൈനസ് മാറ്റിയിട്ട് പ്ലസ് ആക്കി എഴുതാം. മൈനസ് മാറ്റി പ്ലസ് ആക്കുമ്പോൾ ഇത് തലതിരിഞ്ഞു വരും. ഈ Mn പ്ലസ് മുകളിലും ആവും, ഈ M താഴെയും മാറും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. ഈ ഇലക്ട്രോഡ് ഈക്വൽ E0 ഇലക്ട്രോഡ് പ്ലസ് 2.303 RT/NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn ബൈ കോൺസെൻട്രേഷൻ ഓഫ് M. ഓക്കെ, ഇതും നേഴ്സ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പൊ 2-3 രീതിയിൽ എഴുതി. ഇനി ഇതിൽ ഓരോ ടേം ഞാൻ പറഞ്ഞതാണ്. E0 ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ 8.314 ജൂൾ, K ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ്, F ഫാരഡേ 96,500 കൂളം, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഇലക്ട്രോഡ്. ഓക്കെ, അത് Ag പ്ലസ് ആവുമ്പോൾ 1 ഇലക്ട്രോണാണ് വേണ്ടത്, അപ്പൊ N ഈക്വൽ ടു 1. Cu2 പ്ലസ് ആവുമ്പോൾ 2 ഇലക്ട്രോൺ ആണ് വേണ്ടത്, അതുകൊണ്ട് N ഈക്വൽ ടു 2.
Al3+ ആകുമ്പോൾ മൂന്ന് ഇലക്ട്രോൺ വേണം, അതുകൊണ്ട് n = 3. ഓക്കെ. T ടെമ്പറേച്ചർ ഫോർ സോളിഡ്സ്. ഇനി വേറൊരു പോയിന്റ് പറയാണ്. ഫോർ സോളിഡ്സ് കോൺസെൻട്രേഷൻ ഓഫ് മെറ്റൽ ഈസ് ടേക്കൺ ആസ് 1. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കണ്ട ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് എമ്മിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം. അങ്ങനെ 1 എന്ന് കൊടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അത് 1 എന്ന് കൊടുത്തിട്ട് എഴുതി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 298 കെൽവിൻ ടെമ്പറേച്ചർ കൊടുക്കുക. ആറിന്റെ വാല്യൂ എത്രയാണ്, 8.314. എഫിന്റെ വാല്യൂ 96,500 കൂളം. ടെമ്പറേച്ചർ എത്ര, 298 കെൽവിൻ. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. ഈ ഇലക്ട്രോഡ് ഈക്വൽ E0 ഇലക്ട്രോഡ് പ്ലസ് 0.059/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+. ഓക്കെ. ഞാൻ ഇവിടെ താഴത്തുണ്ടായിരുന്ന എമ്മിനെ ഒഴിവാക്കി, കാരണം അത് എത്രയായിട്ട് എടുത്തു, 1 ആയിട്ട് എടുത്തു. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ എന്തായാലും ഈ ഇലക്ട്രോഡ് ഈക്വൽ E0 ഇലക്ട്രോഡ് പ്ലസ് 0.059/n. ഈ ആറിന്റെയും എഫിന്റെയും ഈ 298 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് ഈ കാണുന്നത്, 0.059. ഓക്കെ. n അതുപോലെ തന്നെ എഴുതുക, കാരണം എന്താണ്, n നമുക്ക് വ്യത്യാസം വരാം, നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞു Al3+ ആകുമ്പോൾ n = 3 ആണ്, Cu2+ ആകുമ്പോൾ n = 2 ആണ്. അപ്പൊ അതുകൊണ്ട് അത് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് n മാത്രം ഇട്ടത്, ബാക്കി മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+. ഓക്കെ. ഇനി ഇങ്ങനെ എഴുതാം, ഇലക്ട്രോഡ് എന്ന് എഴുതുന്നതിന് പകരം ഇലക്ട്രോഡ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, Mn+M. അപ്പൊ ഈ ഇലക്ട്രോഡിന് പകരം എന്ത് എഴുതി, ഈ Mn+M ഈക്വൽ E0 Mn+M പ്ലസ് 0.059/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+. ഓക്കെ. നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. ഈ Mn+M ഈക്വൽ E0 Mn+M പ്ലസ് 0.059/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn+. ഓക്കെ. ഇനി പഠിക്കാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഫോർ ദ ഫോളോയിങ് ഹാഫ് സെൽ അറ്റ് 298 കെൽവിൻ. Ag പ്ലസ് അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ട് 0.1 മോളാർ പ്ലസ് 1 ഇലക്ട്രോൺ ഗിവ്സ് Ag. E0 വാല്യൂ തന്നിട്ടുണ്ട് 0.80 വോൾട്ട്. ഓക്കെ, അത്ര തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടെമ്പറേച്ചർ 298 കെൽവിനാണ്. ഓക്കെ. പിന്നെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് 0.1. പിന്നെ 1 ഇലക്ട്രോൺ എന്നിവിടെ കാണുന്നുണ്ട്, n = 1. പിന്നെ E0 വാല്യൂ തന്നിട്ടുണ്ട് 0.80. ഇത്ര കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതൊക്കെ എടുത്തെഴുതുക, എന്നിട്ട് അതിന്റെ ഇലക്ട്രോഡ് എഴുതാനുള്ള അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എഴുതുക. ഈ അതായത് സിൽവർ ഇലക്ട്രോഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ Ag ഈക്വൽ E0 Ag പ്ലസ് 0.059/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, Ag പ്ലസ് ബാർ Ag ഈക്വൽ E0 Ag പ്ലസ് ബാർ Ag പ്ലസ് 0.059/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ്. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് തന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E0 Ag തന്നിട്ടുണ്ട്, 0.80 വോൾട്ടും തന്നിട്ടുണ്ട്. n നമുക്കറിയാം 1 ആണെന്ന്, അല്ലെ, Ag പ്ലസ് ആയതുകൊണ്ട് n 1 ആണ്. പിന്നെ Ag പ്ലസിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.1 മോളാർ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയാൽ ആൻസർ ഇതാണ്, 741 വോൾട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഇൻ കോണ്ടാക്ട് വിത്ത് എ സൊല്യൂഷൻ ഹൂസ് pH is 10. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക, സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഹൈഡ്രജന്റെ. ഓക്കെ. ഹൂസ് pH is 10. അതിന്റെ pH എത്ര, 10. pH ആണ് ഇവിടെ തന്നിട്ട്, വേറെ ഒന്നും തന്നിട്ടില്ല. pH ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് അല്ലേ. അതെങ്ങനെ എഴുതാം, H++1 ഇലക്ട്രോൺ ഗിവ്സ് ഹാഫ് H2. ഇതാണ് അതിന്റെ റിയാക്ഷൻ. H++1 ഇലക്ട്രോൺ ഗിവ്സ് H എന്ന് എഴുതാൻ പാടില്ല, കാരണം ഹൈഡ്രജൻ ഡയാറ്റോമിക് ആണ്, അതുകൊണ്ടാണ് H2 എന്ന് എഴുതിയത്. പക്ഷെ ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അതുകൊണ്ട് ഹാഫ് H2 എന്ന് എഴുതി. ഓക്കെ. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് pH ആണ് തന്നിട്ടുള്ളത്, pH = 10 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും n = 1 ആണെന്ന്, കാരണം H+ന് 1 ഇലക്ട്രോണാണ് വേണ്ടത്, ഒരു പോസിറ്റീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ 1 ഇലക്ട്രോൺ. therefore n = 1. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ ഇക്വേഷൻ എഴുതുക, നേഴ്സ്റ്റ് ഇക്വേഷൻ. Mn plus bar M equal E0 Mn plus bar M plus 0.059/n log concentration of Mn plus. നമ്മൾ പഠിച്ച ഇക്വേഷൻ
ഓക്കെ, ഇതിന് ഈ ഹൈഡ്രജന്റെ എഴുതുക. ഒന്നിലേക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം H+ ബാർ ഹാഫ് H2 എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി ഷോർട്ട് ആക്കിയിട്ട് ഈ ഹൈഡ്രജൻ ഈക്വൽ E0 ഹൈഡ്രജൻ. ഇതാണ് എളുപ്പം അല്ലേ? ഈ ഹൈഡ്രജൻ ഈക്വൽ E0 ഹൈഡ്രജൻ പ്ലസ് 0.059 n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. ഓക്കെ, നമുക്ക് ഇതില് E0 ഹൈഡ്രജൻ അറിയാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്ര? 0. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 0. അപ്പൊ E0 H 0 ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം E0 ഹൈഡ്രജൻ 0. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. ഓക്കെ, n എത്രയാണ്? 1 ആണെന്ന് അറിയാം. H++ 1 ഇലക്ട്രോഡ് ഗീവ്സ് ഹാഫ് H2 എന്നായതുകൊണ്ട് n = 1. ഇനി അറിയാത്തത് എന്താണ്? ഈ H+ന്റെ കോൺസെൻട്രേഷൻ അറിയില്ല. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? pH തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, pH ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+, ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ എഴുതി pH ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+. അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്? 10 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ കാണാം. ഇവിടെ മൈനസ് ആണ് അല്ലേ? ഈ മൈനസ് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി മാറും? ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി മാറും. ഇതോ മൈനസ് ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഈക്വൽ -10. ഇപ്പൊ നമുക്ക് ഏതിന്റെ വാല്യൂ കിട്ടി? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ന്റെ വാല്യൂ കിട്ടി. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ എന്തായി മാറും? ഈ H ഈക്വൽ E0 H പ്ലസ് 0.059 n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ ഈക്വൽ E0 H 0 പ്ലസ് ഈ എന്നിന്റെ അവിടെ എത്ര കൊടുത്തു? 1 എന്ന് കൊടുത്തു. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് H+ന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? -10 എന്ന് കൊടുത്തു. ഓക്കെ, അത് ചെയ്താൽ കിട്ടുക ഈ വാല്യൂണ് കിട്ടുക -0.59 വോൾട്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ഹാഫ് സെൽ പൊട്ടൻഷ്യൽ അറ്റ് 298 Kelvin for the reaction Cu2++ 2 electron gives Cu. If Cu2+ is concentration of Cu2+ is 5 molar and standard electrode potential is 0.34 volt. Okay, അപ്പോൾ നമുക്ക് N2 ആണെന്ന് മനസ്സിലായി. പിന്നെ Cu2+ന്റെ കോൺസെൻട്രേഷൻ 5 ആണെന്ന് മനസ്സിലായി. പിന്നെ ഇതിൽ തന്നിരിക്കുന്നത് കോപ്പർ ഇലക്ട്രോഡിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 0.34 വോൾട്ട്. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം കോപ്പർ ഇലക്ട്രോഡിന്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ എഴുതുക. ഈ Cu2+ ബാർ Cu ഈക്വൽ E0 Cu2+ ബാർ Cu പ്ലസ് 0.059 n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. ഈ Cu ഈക്വൽ E0 Cu പ്ലസ് 0.059 n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu2+. അങ്ങനെ ഷോർട്ടാക്കി എഴുതിയാലും മതി. ഓക്കെ, നമുക്ക് തന്ന ഡാറ്റാസ് ഒക്കെ എടുത്തെഴുതി ഇനി എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിനോട് എത്ര വരിക? 2 ആണ് വരിക. കാരണം എന്താണ്? Cu2+ എന്നായതുകൊണ്ട് N2. പിന്നെ ഇവിടെ Cu2+ തന്നിട്ടുണ്ട്, ഇതിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 5 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ E0 വാല്യൂ തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടുക 0.36 വോൾട്ട്. താങ്ക് യു.